എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടെസ്റ്റ്എൻജിയിലെ പ്രയോറിറ്റി എന്ന ആട്രിബ്യൂട്ടിന്റെ ഫംഗ്ഷനാലിറ്റിയാണ്. ഞാൻ com.testng കൺസെപ്റ്റ് എന്ന പാക്കേജിന് അതിൽ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ്സിന് പേരായിട്ട് ഞാൻ പ്രയോറിറ്റി ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ക്ലാസ്സിനകത്ത് ഞാൻ രണ്ട് ടെസ്റ്റ്എൻജി മെത്തേഡ് ആഡ് ചെയ്യാൻ പോവാണ്. @test എന്നുള്ള അനോട്ടേഷൻ യൂസ് ചെയ്തതിനു ശേഷം മെത്തേഡ് എഴുതുവാണ്. പബ്ലിക് void test1. അതിനുശേഷം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ മെത്തേഡിന്റെ അകത്ത് കൊടുക്കാൻ പോകുന്നത്. സെലീനിയം കോഡ് ഈ ഡെമോയ്ക്കകത്ത് ഞാൻ യൂസ് ചെയ്യുകയില്ല, കാരണം കൺസെപ്റ്റ് സെലീനിയം കോഡ് ആണെങ്കിലും നോർമൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും സെയിം ആയിരിക്കും. SYSO കൺട്രോൾ സ്പേസ്. അതിനുശേഷം test1 എന്നുള്ള മെത്തേഡ് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം @test അനോട്ടേഷൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift എന്നുള്ള ഷോർട്ട്കട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഇതേ മെത്തേഡ് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം മെത്തേഡിന്റെ പേര് ചേഞ്ച് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് മെത്തേഡ് നെയിംസ് ജാവ ക്ലാസ്സിൽ അലോഡ് അല്ല. test1 എന്നുള്ള test2 ആക്കുന്നു. അതേ ചേഞ്ച് തന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലും വരുത്തുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ബൈ ഡീഫോൾട്ട് ടെസ്റ്റ്എൻജി ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ടെസ്റ്റ് മെത്തേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ രണ്ട് ടെസ്റ്റ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് test1ഉം രണ്ടാമത്തെ test2ഉം. ഈ മെത്തേഡിന്റെ നെയിം നോക്കിയാൽ കാണാം, ടെസ്റ്റ് എന്നുള്ള വേർഡ് രണ്ട് മെത്തേഡും കോമൺ ആണ്. പക്ഷേ ടെസ്റ്റ് എന്നുള്ള വേർഡ് ശേഷം വരുന്ന ആൽഫബറ്റ് ഫസ്റ്റ് മെത്തേഡിന്റെ കേസിൽ O ആണ്, അതുപോലെ സെക്കൻഡ് മെത്തേഡിന്റെ കേസിൽ T ആണ്. അപ്പോൾ ആൽഫബറ്റിൽ Oയ്ക്ക് ശേഷമാണ് T. അതുകൊണ്ട് ഈ ക്ലാസ് ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ test1 എന്നുള്ള മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അങ്ങനെ test1 എന്നുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോൾ പ്രിന്റ് ആകും. അതിന് ശേഷമായിരിക്കും test2 എന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആയതിനു ശേഷം test2 എന്നുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോൾ പ്രിന്റ് ചെയ്യാൻ പോകുക. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ക്ലാസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, run as testng test. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യമേ test1 എന്നുള്ള എക്സിക്യൂട്ട് ആയി, അതിനുശേഷം test2 എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ആയി. അപ്പോൾ ഈ ഡീഫോൾട്ട് ഫ്ലോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് പ്രയോറിറ്റി. ഞാൻ test2 എന്ന മെത്തേഡിലെ @test അനോട്ടേഷൻ അതൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ PR എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കൺട്രോൾ സ്പേസ് കൊടുക്കുമ്പോൾ ഒരു സജഷൻ വരും. പ്രയോറിറ്റി എന്നൊരു ആട്രിബ്യൂട്ട് കാണാം. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ഇൻറ്റീജർ ആണ്. അപ്പം പ്രയോറിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആവാം, 0 ആകാം, പോസിറ്റീവ് ആകാം. അപ്പം ലോവർ പ്രയോറിറ്റി ഉള്ള ടെസ്റ്റ് കേസുകളായിരിക്കും ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ test2 എന്ന മെത്തേഡിന് പ്രയോറിറ്റി ഞാൻ 0 കൊടുക്കുവാണ്. അതുപോലെ test1 എന്ന മെത്തേഡിന് പ്രയോറിറ്റി ഞാൻ 1 കൊടുക്കുന്നു. 1 കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ പ്രയോറിറ്റി ലോവർ ആയിട്ടുള്ള test2 എന്ന മെത്തേഡ് ആദ്യം എക്സിക്യൂട്ട് ആകും. അങ്ങനെ test2 എന്നുള്ള ആദ്യമേ കൺസോൾ പ്രിന്റ് ആവുന്നതിന് ശേഷമായിരിക്കും test1 എന്നുള്ള മെസ്സേജ് കൺസോൾ പ്രിന്റ് ആകുന്നത്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, run as testng test. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആദ്യമേ test2 എന്നുള്ളത് കൺസോൾ പ്രിന്റ് ചെയ്ത് തന്നു, അതിനുശേഷം test1 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് തന്നു. ഞാൻ പറഞ്ഞു പ്രയോറിറ്റി നെഗറ്റീവും ആകാം. അപ്പം ഞാൻ test1 എന്ന മെത്തേഡിന്റെ പ്രയോറിറ്റി -1 ആക്കുവാണ്. അപ്പോൾ ആദ്യമേ എക്സിക്യൂട്ട് ആകാൻ പോകുന്നത് test1 എന്നുള്ള മെത്തേഡ് ആയിരിക്കും. കാരണം 0 എന്ന പ്രയോറിറ്റിയെക്കാളും പ്രയോറിറ്റി കുറവാണ്, ലോവസ്റ്റ് പ്രയോറിറ്റി ആണ് -1 എന്നുള്ള നമ്പറിന്, ഇൻറ്റീജർ വാല്യൂവിന്. അപ്പം ഞാൻ വീണ്ടും ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോകണം, run as testng test. അപ്പോൾ ആദ്യമേ test1 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് തന്നു, അതിനുശേഷം test2 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് തന്നു. ഇനി ഞാൻ test1 എന്ന മെത്തേഡിന് പ്രയോറിറ്റി 1 കൊടുക്കുന്നു, അതിനുശേഷം test2 എന്ന മെത്തേഡിന്റെ പ്രയോറിറ്റി റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ഞാൻ ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോവാണ്.
അപ്പം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പ്രയോറിറ്റി കൊടുത്താക്കുന്ന test1 എന്ന മെത്തേഡ് ആദ്യം എക്സിക്യൂട്ട് ആകും, അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ട് test2 എന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് testng പ്രയോറിറ്റി കൊടുക്കാത്ത മെത്തേഡിന് ഒരു ഡീഫോൾട്ട് വാല്യൂ കൊടുക്കും. ആ ഡീഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. അപ്പം നിലവിൽ ഈ test2 എന്നുള്ള മെത്തേഡിന് പ്രയോറിറ്റി 0 കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുമ്പോൾ 0ക്ക് ലോ പ്രയോറിറ്റി ആയതുകൊണ്ട് ആദ്യമേ ഈ മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്, test2 എന്നുള്ള മെത്തേഡ്. അതിന് ശേഷമായിരിക്കും test1 എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ആകുന്നത്. നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ക്ലാസ് ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng ടെസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ test2 എന്നുള്ള മെത്തേഡ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല, പക്ഷേ പ്രയോറിറ്റിയുടെ ഡീഫോൾട്ട് വാല്യൂ ആയ 0 തന്നെ സെറ്റ് ആകും ഈ മെത്തേഡിന്. അതുകൊണ്ട് test2 എന്നുള്ള മെത്തേഡ് ആയിരിക്കും ആദ്യമേ എക്സിക്യൂട്ട് ആകുന്നത്, അതിന് ശേഷമാണ് test1 എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രയോറിറ്റിയുടെ വാല്യൂസ് നെഗറ്റീവ് ആകാം, 0 ആകാം, പോസിറ്റീവ് ആകാം. ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ബൈ ഡീഫോൾട്ട് testng മെത്തേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. ആ ഡീഫോൾട്ട് ബിഹേവിയർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് പ്രയോറിറ്റി എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.